ലോകത്തിൽ ഒരുപാട് മികച്ച താരങ്ങൾ ഉപയോഗിച്ചൊരു മോഡൽ റാക്കറ്റാണ്. അതിൽ ലോകത്തിലെ പ്രധാനപ്പെട്ട 5 അൺയൂഷ്വൽ റാക്കറ്റ്സ് എന്ന് പറയുന്ന അതിൽ തന്നെ ഒരു 4 റാക്കറ്റ്സ് ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രദർശനത്തിനുണ്ട്. ഇത് പുറത്തിറക്കിയത് നമ്മുടെ റഫായൽ നഡാൽ 10 തവണ ഫ്രഞ്ച് ഓപ്പൺ ജയിച്ചു കഴിഞ്ഞപ്പോൾ 10 ടൈറ്റിലുകൾ നേടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു റാക്കറ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. ഇത് നമ്മുടെ പ്രശസ്ത ടെന്നീസ് താരം ജോൺ മെക്കൻറോ ഉപയോഗിച്ചിരുന്നത് ഇതുപോലത്തെ ഒരു റാക്കറ്റാണ്. ജോൺ മെക്കൻറോ പ്രത്യേകിച്ച് തടി റാക്കറ്റ് അവസാനമായിട്ട് ഉപയോഗിച്ചത് ജോൺ മെക്കൻറോ ഉപയോഗിച്ച ഇതുപോലത്തെ ഒരു സെയിം മോഡലായിരുന്നു. പല കമ്പനികളും പ്രത്യേക അവസരങ്ങളിൽ ലിമിറ്റഡ് എഡിഷൻ റാക്കറ്റുകൾ പുറത്തിറക്കാറുണ്ട്. അപ്പോൾ ആൻഡ്രെ അഗാസിയാണ് ഈ റാക്കറ്റ് വളരെ പോപ്പുലർ ആക്കുന്നത്. ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു ടെന്നീസ് റാക്കറ്റാണ്. കാരണം ടെന്നീസ് കളിക്കാർക്കിടയിൽ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞാൽ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ്സ്, വിംബിൾഡൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, അത് 4 ഒരേ വർഷം ജയിക്കുകയും അതോടൊപ്പം തന്നെ ഒളിമ്പിക്സിലും ഗോൾഡ് മെഡൽ നേടിയാൽ അതിനെ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം എന്ന് പറയും. ഇതുവരെ ചരിത്രത്തിൽ ഒരേ ഒരു പ്ലെയർ മാത്രമേ അത് സ്വന്തമാക്കിയുള്ളൂ. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഡൺലപ്പ് മാക്സ് 200Gയുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ ഇറക്കി. ഇതിന് 2 സ്ട്രിംഗ് ബെഡ് ഉണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് ടെന്നീസ് റാക്കറ്റ്സിന് ഒരു ഹാൻഡിലേ കാണാറുള്ളൂ. ഇത് ഡബിൾ ഹാൻഡിലാണ്. നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ 5 അൺയൂഷ്വൽ റാക്കറ്റ്സിൽ ഒരു റാക്കറ്റാണ്. ഇത് ഒറിജിനലി ആ പ്ലെയർ തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു റാക്കറ്റാണ്. ഇത് നമ്മുടെ എക്സിബിഷനിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ആൻറ്റിക് റാക്കറ്റാണ്. പിയാനോയുടെ സ്ട്രിങ്സ് ആണ് ഇതിന് സ്ട്രിംഗ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. കേരളത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു റാക്കറ്റാണ്. കാരണം ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്തൊരു റാക്കറ്റാണ്. 2018 വിംബിൾഡണിൽ മാച്ചിന് ഉപയോഗിച്ച ഒരു ബോളാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യയിൽ ഇതുപോലെ ഒരു ടെന്നീസ് റാക്കറ്റ്സിൻ്റെ എക്സിബിഷൻ നടക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ ഫാദർ എസ് മണിയൻ ഒരു ദേശീയ ടെന്നീസ് താരമായിരുന്നു. അദ്ദേഹത്തിൻ്റെ 25ാമത്തെ ഡെത്ത് ആനിവേഴ്സറിയോടനുബന്ധിച്ചാണ് ഈ ഒരു ടെന്നീസ് റാക്കറ്റ്സ് എക്സിബിഷനും അതുപോലെ തന്നെ ഒരു ടെന്നീസ് ടൂർണമെൻറ്റും ജൂനിയർ ടെന്നീസ് ടൂർണമെൻറ്റും ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 17-ാം തീയതി ആരംഭിച്ച് ഇന്ന് ഈ ടൂർണമെൻറ്റ് ഇവിടെ അവസാനിക്കുന്നു. അതുപോലെ തന്നെ ഈ എക്സിബിഷനും 17-ാം തീയതി ആരംഭിച്ച് ഇന്ന് അവസാനിക്കുകയാണ്. അപ്പോൾ ഈ റാക്കറ്റുകൾ പലതും പല രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളുള്ളത്, അതുപോലെ തന്നെ പല കാലഘട്ടങ്ങളിലുള്ളത്. പ്രത്യേകിച്ച് 1890 മുതലുള്ള ടെന്നീസ് റാക്കറ്റ്സ് ഈ ഒരു എക്സിബിഷൻ്റെ ഒരു പ്രത്യേകതയാണ്. ഓരോ റാക്കറ്റ്സിൻ്റെ പ്രത്യേകതകൾ ഞാനൊന്ന് വിശദീകരിക്കാം. ഇത് റഷ്യയിൽ നിന്നുള്ളൊരു ടെന്നീസ് റാക്കറ്റാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. റഷ്യയിൽ നിന്നുള്ളതാണ്. ഇത് വിൽസൺ ലോകത്തെ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന ടെന്നീസ് റാക്കറ്റുകളുടെ ഒരു കമ്പനിയാണ് വിൽസൺ. അപ്പോൾ വിൽസൻ്റെ ജാക്ക് റാമർ പ്രോ സ്റ്റാഫ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ നമ്മുടെ തടി റാക്കറ്റുകളിൽ ഏറ്റവും അധികം റാക്കറ്റുകൾ വിൽക്കപ്പെട്ടിട്ടുള്ള ഒരു മോഡലാണിത്, ജാക്ക് റാമർ പ്രോ സ്റ്റാഫ് എന്ന് പറയുന്നത്. ഇത് വിൽസൻ്റെ തന്നെ മറ്റൊരു ടെന്നീസ് റാക്കറ്റാണ്. എൽസ്വർത്ത് വൈൻസ് എന്ന് പറഞ്ഞൊരു പ്ലെയറിൻ്റെ പേരിലുള്ളൊരു ടെന്നീസ് റാക്കറ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് ചൂരൽ ഉപയോഗിച്ചാണ് ഈ ടെന്നീസ് റാക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഡേവിസ് എന്ന് പറയുന്ന ഒരു ടെന്നീസ് റാക്കറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ സ്ട്രിങ് ചെയ്തിരിക്കുന്നത് ഡയഗണൽ രീതിയിലാണ്. സാധാരണ ഡയഗണൽ രീതിയിലുള്ള റാക്കറ്റ്സ് കുറവാണ്. ഇത് ഡയഗണൽ രീതിയിലാണ് ഇത് സ്ട്രിംഗ് ചെയ്തിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇത് നമ്മുടെ പ്രശസ്ത ടെന്നീസ് താരം ജോൺ മെക്കൻറോ ഉപയോഗിച്ചിരുന്നത് ഇതുപോലത്തെ ഒരു റാക്കറ്റാണ്. ജോൺ മെക്കൻറോ പ്രത്യേകിച്ച് തടി റാക്കറ്റ് അവസാനമായിട്ട് ഉപയോഗിച്ചത് ജോൺ മെക്കൻറോ ഉപയോഗിച്ചത് ഇതുപോലത്തെ ഒരു സെയിം മോഡലായിരുന്നു. മാക്സ് പ്ലൈ മെക്കൻറോ എന്നാണ് ഇതിൻ്റെ പേര് തന്നെ. ഇത് ഒരു സ്ലാസഞ്ചറിൻ്റെ റാക്കറ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഒരു സ്റ്റീൽ ഷാഫ്റ്റും വുഡും കൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ളൊരു റാക്കറ്റാണ്. സാധാരണ നമ്മൾ ഒന്നുകിൽ വുഡായിരിക്കും ഒരു ഫുള്ള് വരുന്നത്, അല്ലെങ്കിൽ സ്റ്റീലായിരിക്കും. പക്ഷേ ഇത് സ്റ്റീലും വുഡും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ്. പല കമ്പനികളും പ്രത്യേക അവസരങ്ങളിൽ ലിമിറ്റഡ് എഡിഷൻ റാക്കറ്റുകൾ പുറത്തിറക്കാറുണ്ട്. അപ്പോൾ ഈ വശത്ത്
ലിമിറ്റഡ് എഡിഷൻ റാക്കറ്റ്സ് ആണ്. പ്രത്യേക അവസരങ്ങളിൽ പല കമ്പനികൾ പുറത്തിറക്കിയിരിക്കുന്ന റാക്കറ്റാണ്. വളരെ കുറച്ച് എണ്ണം മാത്രമാണ് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് വിൽസൺ ജാക്ക് റാമർ ഓട്ടോഗ്രാഫ് മിലനിയം എഡിഷൻ എന്ന് പറയും. ഇത് 2000-ലാണ് ഈ റാക്കറ്റ് പുറത്തിറക്കുന്നത്. ഇത് 2000 എണ്ണമാണ് ഇത് കമ്പനി പുറത്തിറക്കിയിരിക്കുന്നത്. ലോകത്തിലാകെ 2000 എണ്ണമാണ് ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് ജാക്ക് റാമർ എന്ന് പറയുന്ന ഒരു വളരെ പ്രശസ്തനായ ഒരു ടെന്നീസ് കളിക്കാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ശരിക്കും ഈ ഒരു മിലനിയം എഡിഷൻ വിൽസൺ പുറത്തിറക്കുന്നത്. ഞാൻ നേരത്തെ ഒരു തടി റാക്കറ്റ് കാണിച്ചായിരുന്നു. ഈ ജാക്ക് റാമറിൻ്റെ തന്നെയാണത്. അതിൻ്റെ ഒരു ഓർമ്മയ്ക്കായിട്ട് 2000-ൽ ഇറക്കിയ റാക്കറ്റ്. ഇത് ബാബോലോറ്റ് എയ്റോപ്രോ ലാ ഡെസിമ എന്നാണ് ഈ റാക്കറ്റിൻ്റെ പേര്. ഇതും ഒരു ലിമിറ്റഡ് എഡിഷനാണ്. ഇത് പുറത്തിറക്കിയത് നമ്മുടെ റഫായൽ നഡാൽ ഫ്രഞ്ച് ഓപ്പൺ 10 തവണ ഫ്രഞ്ച് ഓപ്പൺ ജയിച്ചു കഴിഞ്ഞപ്പോൾ 10 ടൈറ്റിലുകൾ നേടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു റാക്കറ്റ് പുറത്തിറക്കിയിരിക്കുന്നത്. എയ്റോപ്രോ ലാ ഡെസിമ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും അധികം റാക്കറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയാണ് വിൽസൺ. അപ്പോൾ വിൽസൺ കമ്പനി സ്റ്റാർട്ട് ചെയ്തത് 1914-ലാണ്. അപ്പോൾ 2014 100 വർഷം പിന്നിട്ടപ്പോൾ അവർ അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു 100 വർഷത്തിൻ്റെ ആനിവേഴ്സറി ആയിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു ടെന്നീസ് റാക്കറ്റാണിത് വിൽസൺ. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെന്നീസ് പ്ലെയറാണ് ആൻഡ്രെ അഗാസി. തലമുടിയൊക്കെ നീട്ടി വളർത്തിയിട്ടുള്ളൊരു പ്ലെയർ. അപ്പോൾ ആൻഡ്രെ അഗാസിയാണ് ഈ റാക്കറ്റ് വളരെ പോപ്പുലർ ആക്കുന്നത്. ഇത് ഹെഡിൻ്റെ റാഡിക്കൽ ടൂർ എന്ന് പറയുന്ന ആ ടെന്നീസ് റാക്കറ്റ് അത് പുറത്തിറക്കിയതിൻ്റെ 25ാം വാർഷികമായിട്ട് ഇറക്കിയതാണ്. അതായത് 1993-ലാണ് ഇത് ആദ്യമായിട്ട് പുറത്തിറക്കുന്നത്. 2018-ൽ ഇതിൻ്റെ ഒരു 25th ആനിവേഴ്സറിയിൽ ഈ ഒരു റാക്കറ്റ് ഇറക്കി അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട്. ഇതും അതുപോലെ ഒരു ലോകത്തിൽ ഒരുപാട് മികച്ച താരങ്ങൾ ഉപയോഗിച്ചൊരു മോഡൽ റാക്കറ്റാണ്. ഹെഡിൻ്റെ പ്രസ്റ്റീജ് എന്ന് പറയും. ഹെഡ് പ്രസ്റ്റീജ്. അതും 1987-ലാണ് ഇതിൻ്റെ ആദ്യത്തെ ഒരു മോഡൽ ഇറങ്ങുന്നത്. അത് 2012-ൽ 25 വർഷമായപ്പോൾ അതിൻ്റെ ഒരു 25 വർഷത്തിൻ്റെ ആനിവേഴ്സറി റാക്കറ്റ് ഇറക്കി. അതാണിത്. വിൽസൻ്റെ പ്രോസ്റ്റാഫ് ക്ലാസിക് എന്ന് പറയും. ഇത് ലോകത്ത് ഒരുപാട് മികച്ച കളിക്കാർ ഉപയോഗിച്ച തരത്തിലുള്ള റാക്കറ്റാണ്. ഇതും ഇതുപോലെ 25ാമത്തെ വർഷത്തിൽ പുറത്തിറക്കിയ ഒരു മോഡലാണ്. ഇത് ഡൺലപ്പിൻ്റെ മാക്സ് 200G ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം എന്ന് പറയും. ഇത് വളരെ പ്രത്യേകതയുള്ളൊരു ടെന്നീസ് റാക്കറ്റാണ്. കാരണം നമ്മുടെ ടെന്നീസ് കളിക്കാർക്കിടയിൽ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞാൽ 4 ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റ്സ്, വിംബിൾഡൺ, ഫ്രഞ്ച് ഓപ്പൺ, US ഓപ്പൺ, ഓസ്ട്രേലിയൻ ഓപ്പൺ, അത് 4 ഒരേ വർഷം ജയിക്കുകയും അതോടൊപ്പം തന്നെ ഒളിമ്പിക്സിലും ഗോൾഡ് മെഡൽ നേടിയാൽ അതിനെ ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം എന്ന് പറയും, അല്ലെങ്കിൽ ഗോൾഡൻ സ്ലാം എന്ന് പറയും. അപ്പോൾ ഇതുവരെ ചരിത്രത്തിൽ ഒരേ ഒരു പ്ലെയർ മാത്രമേ അത് സ്വന്തമാക്കിയിട്ടുള്ളൂ. നമ്മുടെ സ്റ്റെഫി ഗ്രാഫാണ് അത് സ്വന്തമാക്കിയത്. സ്റ്റെഫി ഗ്രാഫ് 1988-ലാണ് ഈ ഒരു നേട്ടം കൈവരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റെഫി ഗ്രാഫ് അന്ന് ഉപയോഗിച്ചിട്ടുള്ളത് ഡൺലപ്പിൻ്റെ മാക്സ് 200G എന്ന് പറയുന്നൊരു ടെന്നീസ് റാക്കറ്റായിരുന്നു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഡൺലപ്പ് മാക്സ് 200Gയുടെ ഒരു സ്പെഷ്യൽ എഡിഷൻ ഇറക്കി. അതാണ് ഗോൾഡൻ ഗ്രാൻഡ് സ്ലാം എന്ന് പറഞ്ഞത്. ഇത് 2000 എണ്ണമാണ് അവർ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വശത്ത് നമുക്ക് ടെന്നീസ് റാക്കറ്റുകളിൽ അൺയൂഷ്വൽ ആയിട്ടുള്ള ഷേപ്പുകൾ, പലതരം ആകൃതിയിലുള്ള ടെന്നീസ് റാക്കറ്റുകളാണ്. അതിൽ ലോകത്തിൽ പ്രധാനപ്പെട്ട 5 അൺയൂഷ്വൽ റാക്കറ്റ്സ് എന്ന് പറയുന്ന അതിൽ തന്നെ ഒരു 4 റാക്കറ്റ്സ് ഇവിടെ ഇപ്പോൾ ഈ ഒരു പ്രദർശനത്തിനുണ്ട്. അതിൽ ഒരു റാക്കറ്റാണ് ഈ സ്നോവോട്ടിൻ്റെ എർഗോണോം എന്ന് പറയും. ഇപ്പോൾ ഒരു എർഗോണമിക് ഷേപ്പാണ് ഇതിൻ്റെ. ഇത് 1984-ലാണ് ഈ റാക്കറ്റ് പുറത്തിറക്കുന്നത്. ഇത് സി എറിബെല്ലോ എന്ന് പറയുന്ന ഒരാളാണ് ഇത് ഡിസൈൻ ചെയ്യുന്നത്. ഇത് ബെൽജിയത്തിലാണ് ഈ റാക്കറ്റ് മാനുഫാക്ചർ ചെയ്തത്. അടുത്തിതുപോലെ ലോകത്തിലെ 5 അൺയൂഷ്വൽ റാക്കറ്റ്സിൽ ഒരെണ്ണമാണിത്. ബ്ലാക്ക് ബേൺ ഡബിൾ സ്ട്രങ് എന്ന് പറയും. ഡബിൾ സ്ട്രങ് എന്ന് പറയുമ്പോൾ ഇതിന് 2 സ്ട്രിങ് ബെഡുണ്ട്. ഈ വശത്ത് ഒരു സ്ട്രിങ് ബെഡുണ്ട്, ഈ വശത്ത് ഒരു സ്ട്രിങ് ബെഡുണ്ട്. സാധാരണ നമുക്ക് ഒരു ടെന്നീസ് റാക്കറ്റിൽ ഒരു സ്ട്രിങ് ബെഡേ ഉണ്ടാവാറുള്ളൂ. ഇതിന് 2 സ്ട്രിങ് ബെഡുണ്ട്. ഇത് തന്നെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് കാണുന്നത് പോലെ ഇതിന് ഡബിൾ ഹാൻഡിലാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സാധാരണ നമുക്ക് ടെന്നീസ് റാക്കറ്റ്സിന് ഒരു ഹാൻഡിലേ കാണാറുള്ളൂ. ഇത് ഡബിൾ ഹാൻഡിലാണ്. അപ്പോൾ ഹാൻഡിലർ എന്നാണ് ഈ ടെന്നീസ് റാക്കറ്റിൻ്റെ പേര് തന്നെ. ഇതും ഒരു ഡേവിസ് കപ്പ് പ്ലെയറാണ് ഇതും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ച് ഒത്തിരി ഒരു പോപ്പുലർ അല്ലെങ്കിലും കുറച്ച് പ്ലെയേഴ്സൊക്കെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് വിൽസൻ്റെ സ്റ്റിങ് എന്ന് പറയുന്ന ഒരു അലുമിനിയം റാക്കറ്റാണ്. ഇതിൻ്റെയും ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ സ്ട്രിങ് പാറ്റേൺ ആണ്. സാധാരണ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ട്രിങ് പാറ്റേൺ വരാറില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഹെഡ് ഷേപ്പും വളരെ ചെറുതാണ്, വളരെ നീളത്തിന് പോയിട്ടൊരു ടൈപ്പ് ഒരു ഹെഡ് ഷേപ്പാണ്. ഇത് സ്പിൻ എന്ന് പറയുന്ന ഒരു റാക്കറ്റ് മോഡലാണ്. അതിൻ്റെയും ഒരു സ്ട്രിങ് പാറ്റേൺ വ്യത്യാസമാണ്.
അപ്പോൾ ഈ കമ്പനി പറയുന്നത് നമുക്ക് ടെന്നീസിൽ സ്വീറ്റ് സ്പോട്ട് എന്ന് പറയും. അപ്പോൾ ഇതിന് ഇങ്ങനെ സ്ട്രിങ് ചെയ്താൽ അതിന് കൂടുതൽ സ്വീറ്റ് സ്പോട്ട് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇത് ബെർഗലിൻ ലോങ് സ്ട്രിങ് എന്നാണ് ഇതിൻ്റെ പേര്. ഇതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോകത്തിലെ 5 അൺയൂഷ്വൽ റാക്കറ്റ്സിലൊരു റാക്കറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒന്ന്, ഇതിൻ്റെ ഷേപ്പ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്ട്രിങ് ചെയ്തിരിക്കുന്നത് ഇതും ഡയഗണലാണ് സ്ട്രിങ് ചെയ്തിരിക്കുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ സ്ട്രിങ് ടെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതിൽ സാധാരണ നമുക്ക് റാക്കറ്റ്സിലെ സ്ട്രിങ് ടെൻഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ നമുക്ക് ഇവിടെ ഒരു കീ വെച്ചിട്ട് ഈ സ്ട്രിങ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടണമെങ്കിൽ കൂട്ടാം. അപ്പോൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് സ്ട്രിങ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ടെന്നീസ് റാക്കറ്റായിട്ട് തോന്നുന്നില്ല, പക്ഷേ ഇതൊരു പ്രൊഫഷണൽ ടെന്നീസ് പ്ലെയർ എന്നെ ഉപയോഗിച്ചിരുന്നതും ഒരു ബാരി ഫിലിപ്സ് മൂർ എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്ത ഒരു റാക്കറ്റാണ്. ശരിക്കും ആ ആളുടെ പേരിൽ തന്നെയാണ് ഈ റാക്കറ്റും. ഇത് ഒറിജിനലി ആ പ്ലെയർ തന്നെ ഉപയോഗിച്ചിരുന്ന ഒരു റാക്കറ്റുമാണ്. ഇത് സിൽവർ ഫോക്സ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരു വുഡും സ്റ്റീലും കൂടെ ചേർന്നിട്ടുള്ള റാക്കറ്റ്. ഫസ്റ്റ് സ്റ്റീൽ വുഡ് കോമ്പിനേഷൻ റാക്കറ്റാണ് ഇത്. പ്രോ ആം എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ റാക്കറ്റിൻ്റെ ഒരു പ്രത്യേകത, ഇതിന് ജോയിൻറ്റുകളില്ല. ഇത് ഒരേ മോൾഡിൽ ചെയ്തിരിക്കുന്ന റാക്കറ്റ്. സാധാരണ നമ്മൾ സ്റ്റീലോ അലുമിനിയം റാക്കറ്റ് ആകുമ്പോൾ അതിന് ജോയിൻറ്റോ അല്ലെങ്കിൽ വെൽഡിങ്ങോ ഒക്കെ ചെയ്താണ് ചെയ്യുന്നത്. പക്ഷേ ഇതിന് ജോയിൻ്റ് ഇല്ല. ഇത് ഒരു ഫോർജ്ഡ് റാക്കറ്റാണ്. അങ്ങനെ ഒരേ ഒരെണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ. പ്രോ ആം. ഇത് US ഉണ്ടാക്കിയത്. ഇത് നമ്മൾ ഇതിൻ്റെ ഹാൻഡിൽ കാണുന്ന പോലെ ഇതിൻ്റെ ഒരു പ്രത്യേകത കർവ്ഡ് ഹാൻഡിലാണ്. സാധാരണ നമുക്ക് ഹാൻഡിലെല്ലാം സ്ട്രെയിറ്റ് ആയിരിക്കും. ഇത് കർവ്ഡ് ആയിട്ടുള്ളൊരു ഹാൻഡിലാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതും സ്ട്രിങ്ങിൻ്റെ ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു റാക്കറ്റാണ്. ഫിഷർ സൂപ്പർ ഫോം ട്യൂണിംഗ് എന്നാണ് ഇതിൻ്റെ ഒരു മോഡലിൻ്റെ പേര്. ഇതും ഇതുപോലെ നമുക്കിവിടെ ഒരു കീ വെച്ച് നമുക്കിതിൻ്റെ സ്ട്രിങ് ടെൻഷൻ അഡ്ജസ്റ്റ് ചെയ്യാം. ആ രീതിയിലാണിത് സ്ട്രിങ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ എക്സിബിഷനിൽ ഏറ്റവും പഴക്കമുള്ള ഒരു ആൻറ്റിക് റാക്കറ്റാണ്. ഇത് സ്പോൾഡിങ്ങിൻ്റെ 1890 ഈ ഒരു റാക്കറ്റ് പുറത്തിറങ്ങി. ഇത് 1900 പുറത്തിറങ്ങിയ ഒരു റാക്കറ്റാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഹാൻഡിലിൻ്റെ അറ്റം നമ്മുടെ മീനിൻ്റെ വാല് പോലെയാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഫിഷ് ടെയിൽ റാക്കറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇതും ഹാൻഡിലിനൊരു വ്യത്യസ്തതയുണ്ട്. അതിൻ്റെ ഹാൻഡിൽ ഫാൻ ടെയിൽ എന്നാണ് ഈ ഒരു ഹാൻഡിലിന് പറയുന്നത്. ഇതും 1900 പുറത്തിറങ്ങിയ ഒരു റാക്കറ്റാണ്. ഏകദേശം 125 വർഷം പഴക്കമുണ്ട്. ഇത് നമ്മുടെ ഈ ഒരു എക്സിബിഷനുള്ളിൽ നല്ല പഴക്കം ചെന്നൊരു ടെന്നീസ് റാക്കറ്റാണ്. 1890 മാനുഫാക്ചർ ചെയ്തൊരു ടെന്നീസ് റാക്കറ്റാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇതിൻ്റെ ഒരു ഹെഡ് സൈസ് ഫ്ലാറ്റ് ടോപ്പാണ് ഹെഡ്. പിന്നെ ഇതിൻ്റെ ഈ ഒരു ബഡ് ക്യാപ്പ്, ഇത് വുഡൻ ബഡ് ക്യാപ്പാണ്. സാധാരണ ഇത് ലെതറാണ് വരുന്നത്. ഇത് അത്രയും പഴക്കമുള്ള സമയത്ത് ഇത് വുഡിലാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഹാൻഡിൽ അന്ന് നമുക്ക് ഗ്രിപ്പ് ഉപയോഗിക്കത്തില്ല. അപ്പോൾ ഗ്രിപ്പ് ഇല്ലാത്തതുകൊണ്ട് ഈ ഹാൻഡിൽ ഈ ചെക്കർ ചെയ്തിരിക്കുന്നത് ചെക്കേർഡ് ഹാൻഡിൽ എന്ന് പറയും. അപ്പോൾ നേരത്തെ നമ്മൾ ഫിഷ് ടെയിൽ ഹാൻഡിൽ കണ്ടു, അതുപോലെ തന്നെ ഫാൻ ടെയിൽ കണ്ടു. ഇത് മറ്റൊരു ഇതാണ് ഹാൻഡിൽ. ഇത് ബൾബസ് ഹാൻഡിൽ എന്ന് പറയും. ബൾബസ് ഹാൻഡിൽ. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് സ്ലോട്ടഡ് ഹാൻഡിൽ എന്ന് പറയും. നമ്മളിവിടെ കാണാം, ഇവിടെ ഒരു സ്ലോട്ടഡ് ഹാൻഡിൽ പോലെ നമുക്ക് ഇവിടെ നിന്ന് അപ്പുറത്തെ വശം കാണാം. ആ രീതിയിലാണ് ഈ ഒരു റാക്കറ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇത് 1908 ഇതിൻ്റെ മാനുഫാക്ചർ ചെയ്ത ഇയർ. ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഒരു മെറ്റൽ ടെന്നീസ് റാക്കറ്റാണ്. 1928 ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇതിൻ്റെ സ്ട്രിങ്സ് ശരിക്കും അതും സ്റ്റീൽ തന്നെയാണ്. എന്ന് വെച്ചാൽ പിയാനോയുടെ സ്ട്രിങ്സാണ് ഇതിന് സ്ട്രിങ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. അന്നത് പൊട്ടാൻ, അപ്പോൾ അത് പെട്ടെന്ന് പൊട്ടില്ല എന്നുള്ളൊരു കാരണത്താലായിരിക്കാം അന്ന് ഇങ്ങനെ ഒരു സ്ട്രിങ് ഉപയോഗിച്ചത്. ഈ റാക്കറ്റ് കണ്ടാൽ നമുക്ക് ഷട്ടിൽ റാക്കറ്റ് പോലെ തോന്നും, പക്ഷേ ഇത് ഷട്ടിൽ റാക്കറ്റ് അല്ല, ടെന്നീസിൻ്റെ റാക്കറ്റ് തന്നെയാണ്. ഇത് ഗ്രേസ് ഓഫ് കാംബ്രിഡ്ജ് എന്ന് പറഞ്ഞ ഒരു കമ്പനി UK മാനുഫാക്ചർ ചെയ്തതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് ഹാൻഡ് മെയ്ഡാണ്, മെഷീൻ മെയ്ഡല്ല, ഹാൻഡ് മെയ്ഡ് ഇൻ UK ആണ്. അതുപോലെ ഇതും ഒരു ഷട്ടിൽ റാക്കറ്റ് പോലെ തോന്നും, പക്ഷേ ഷട്ടിൽ റാക്കറ്റ് അല്ല, ടെന്നീസ് റാക്കറ്റാണ്. ഡൺലപ്പിൻ്റെ ഒരു ടെന്നീസ് റാക്കറ്റാണ്. ഇനി നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുറച്ച്
പല കാലഘട്ടങ്ങളിൽ പ്രശസ്തരായ ടെന്നീസ് താരങ്ങൾ ഉപയോഗിച്ചിരുന്നത് അതുപോലത്തെ സെയിം റാക്കറ്റ്സ് ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇത് മോണിക്ക സെലസ് ഉപയോഗിച്ചിരുന്ന അതുപോലത്തെ ഒരു സെയിം മോഡലാണ്. യോണെക്സിൻ്റെ പ്രോ RD70 എന്ന് പറയുന്നൊരു മോഡലാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ടെന്നീസ് കളിക്കാരിയാണ് മാർട്ടിന നവരത്തിലോവ. മാർട്ടിന നവരത്തിലോവയുടെ റെക്കോർഡ്, പ്രത്യേകിച്ച് ഗ്രാൻഡ് സ്ലാം റെക്കോർഡ്സ് വളരെ ആർക്കും തന്നെ ഭേദിക്കാൻ പറ്റാത്തൊരു റെക്കോർഡാണ്. 59 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽസാണ് മാർട്ടിന നവരത്തിലോവ നേടിയിട്ടുള്ളത്, സിംഗിൾസും ഡബിൾസും മിക്സഡ് ഡബിൾസും കൂടെ ചേർന്ന്. അത് മാത്രമല്ല അവസാനത്തെ ഗ്രാൻഡ് സ്ലാം ജയിക്കുമ്പോൾ മാർട്ടിനയ്ക്ക് 49 വയസ്സായിരുന്നു. അപ്പോൾ മാർട്ടിന നവരത്തിലോവ ഉപയോഗിച്ചിരുന്നത് പോലത്തെ ഒരു സെയിം റാക്കറ്റാണ് യോണെക്സിൻ്റെ R7 എന്ന് പറയും. ഇത് റോസിഗ്നൽ എന്ന് പറയുന്ന ഒരു ടെന്നീസ് റാക്കറ്റാണ്. റാക്കറ്റ് അത്ര പോപ്പുലർ അല്ല, പക്ഷേ ഇതൊരു പോപ്പുലറായിട്ടുള്ളൊരു ടെന്നീസ് പ്ലെയറാണ് ഇത് ഉപയോഗിച്ച് പോപ്പുലർ ആക്കിയത്. ഇത് നമ്മുടെ മാറ്റ്സ് വിലാൻഡർ എന്ന് പറയുന്ന ഒരു പ്ലെയർ ഉപയോഗിച്ചിരുന്നത് ഇതേപോലത്തെ റാക്കറ്റായിരുന്നു. നമുക്കെല്ലാം അറിയാവുന്ന മറ്റൊരു ടെന്നീസ് കളിക്കാരനാണ് ബോറിസ് ബെക്കർ, അല്ലേ? ബോറിസ് ബെക്കറാണ് ടെന്നീസിലൊരു പവർ ഗെയിം കൊണ്ടുവരുന്നത്. സെർവ് ആൻഡ് വോളി ഗെയിമൊക്കെ നമ്മൾ കാണുന്നത് ബോറിസ് ബെക്കറിലൂടെയാണ്. അപ്പോൾ ബോറിസ് ബെക്കർ ഉപയോഗിച്ചിരുന്നത് ഇതുപോലത്തെ ഒരു ടെന്നീസ് റാക്കറ്റാണ്, പ്യൂമയുടെ ഒരു റാക്കറ്റാണ്. ഇത് ബോറിസ് ബെക്കർ സൂപ്പർ പ്യൂമ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഇത് പ്രിൻസിൻ്റെ ഒരു പോപ്പുലറായിട്ടുള്ള ഒരു മോഡലായിരുന്നു ഒരു കാലത്ത്. പ്രിൻസ് പ്രോ POG എന്ന് പറയും. ഇത് പല പ്രമുഖ താരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ആൻഡ്രെ അഗാസി, അതുപോലെ തന്നെ ഗബ്രിയേല സബാറ്റിനി, മൈക്കിൾ ചാങ്, അങ്ങനെ പല പ്രമുഖ താരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇതുപോലത്തെ ഒരു റാക്കറ്റായിരുന്നു പ്രിൻസിൻ്റെ. ഇത് ഹെഡിൻ്റെ ആർദ്രാഷ് കോമ്പറ്റീഷൻ എന്ന് പറയുന്ന ഒരു മോഡലാണ്. ഈ പേര് പറയുന്നത് പോലെ ഈ ഒരു മോഡലിനെ പോപ്പുലർ ആക്കിയത് ആർദ്രാഷ് എന്ന് പറയുന്ന ഒരു ടെന്നീസ് കളിക്കാരനാണ്. അദ്ദേഹം 3 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹെഡ് സൈസ് ഭയങ്കര ചെറുതാണ്. ഹെഡ് സൈസ് ഇതൊരു 69 സ്ക്വയർ ഇഞ്ചസ് ആണ് വരുന്നത്. ആർദ്രാഷ് വളരെ പ്രത്യേകിച്ച് ആർദ്രാഷ് മരിക്കുന്നത് തന്നെ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ എയ്ഡ്സ് വന്നിട്ടാണ് പുള്ളി മരിക്കുന്നത്. പക്ഷെ പുള്ളി വളരെ നല്ലൊരു ടെന്നീസ് പ്ലെയർ ആയിരുന്നു. ഇതും ഹെഡിൻ്റെ ഒരു വുഡ് റാക്കറ്റാണ്. പക്ഷെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫൈറ്റ് പോലെ തോന്നും. അപ്പം ആ രീതിയിലാണിത് ഇതിൻ്റെ ഒരു മോഡൽ ചെയ്തിരിക്കുന്നത്. ഇത് ഹെഡ് വിലാസ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ മോഡൽ. ഇത് ഉപയോഗിച്ചിരുന്നത് ഗുല്ലർമോ വിലാസ് ഇതേ സെയിം മോഡൽ ഉപയോഗിച്ചിരുന്നു. ഗുല്ലർമോ വിലാസ് 4 ഗ്രാൻഡ് സ്ലാം ടൈറ്റിൽ എടുത്തിട്ടുണ്ട്. ഇത് അഡിഡാസിൻ്റെ ഒരു റാക്കറ്റാണ്. അഡിഡാസിൻ്റെ GTX Pro T എന്ന് പറയും. ഇത് നമ്മുടെ വിവാൻ ലെൻഡിൽ ഇതേ സെയിം മോഡൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ റാക്കറ്റ് ഫ്രാൻസിലാണ് ഇത് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ഇത് ഹെഡിൻ്റെ റാഡിക്കൽ ടൂറാണ്. ഈ റാക്കറ്റ് 1993 ഇത് റിലീസ് ചെയ്യുന്നത്. ആൻഡ്രെ അഗാസിയാണ് ഈ റാക്കറ്റ് പോപ്പുലർ ആക്കുന്നത്. അഗാസിയാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. ഇതേ സെയിം മോഡലാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് വിൽസൻ്റെ ഒരു T2000 എന്ന് പറയുന്ന ഒരു സ്റ്റീൽ റാക്കറ്റാണ്. ഇതിൻ്റെ സ്ട്രിങ്ങിങ് ചെയ്തിരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ്. ഈ റാക്കറ്റ് ഉപയോഗിച്ചിരുന്നത് ശരിക്കും നമ്മുടെ ജിമ്മി കോണേഴ്സാണ്. ജിമ്മി കോണേഴ്സാണ് ഇതേ സെയിം റാക്കറ്റാണ് ഉപയോഗിച്ചിരുന്നത്. ഇത് ബാബോലാറ്റ് എയറോ പ്രോ ഡ്രൈവ് റാക്കറ്റാണ്. ഇത് നമ്മുടെ റഫാൽ നഡാൽ ഉപയോഗിച്ചിരുന്ന ആദ്യത്തെ എയറോ പ്രോ ഡ്രൈവിൻ്റെ മോഡലാണ് ഇത്. വിൽസൻ്റെ മറ്റൊരു പോപ്പുലറായിട്ടുള്ളൊരു റാക്കറ്റാണ്. ഇത് വിൽസൺ പ്രോ സ്റ്റാഫ് എന്ന് പറയും. പീറ്റ് സാംബ്രാസ് ആണ് ഇതേ സെയിം റാക്കറ്റ് ഉപയോഗിച്ചിരുന്നത്. പീറ്റ് സാംബ്രാസ് അതുപോലെ തന്നെ സ്റ്റെഫാൻ എഡ്ബർഗ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോജർ ഫെഡററും ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത് ഇതുപോലത്തെ ഒരു റാക്കറ്റായിരുന്നു. നമ്മുടെ ഇൻ്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ്റെ റൂൾ അനുസരിച്ച് ഒരു ടെന്നീസ് റാക്കറ്റിനൊരു ലിമിറ്റുണ്ട്. അതായത് 29 സെൻറ്റിമീറ്റർ നീളമായിരിക്കണം അതിൻ്റെ മാക്സിമം നീളം. അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ് സൈസിൻ്റെ അളവ് 135 സ്ക്വയർ ഇഞ്ചസ് ആയിരിക്കണം. അപ്പോൾ അതനുസരിച്ച് ഈ റാക്കറ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹെഡ് സൈസ് 135 സ്ക്വയർ ഇഞ്ചസ് ആണ്. അതുപോലെ അതിൻ്റെ നീളം 29 സെൻറ്റിമീറ്റർ ആണ്. ഈ റാക്കറ്റ് നമ്മുടെ കേരളത്തിന് തന്നെ അഭിമാനകരമായിട്ടുള്ളൊരു റാക്കറ്റാണ്. കാരണം ഇത് നമ്മുടെ കേരളത്തിൽ തന്നെ മാനുഫാക്ചർ ചെയ്തൊരു റാക്കറ്റാണ്. വിൻമാക്ക് എന്ന് പറഞ്ഞിട്ട് കണ്ണൂർ വെസ്റ്റേൺ ഇന്ത്യ പ്ലൈവുഡ്സ് അവർ ടെന്നീസ് റാക്കറ്റ്സും അതുപോലെ ടെന്നീസ് ബോൾസും ഒക്കെ മാനുഫാക്ചർ ചെയ്തൊരു സമയമുണ്ടായിരുന്നു. അപ്പോഴവർ മാനുഫാക്ചർ ചെയ്തതാണ്. എന്നിട്ട് പല രാജ്യങ്ങളിലേക്ക് ശരിക്കും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ റാക്കറ്റ്. ഇത് ഡൺലപ്പിൻ്റെ വളരെ പ്രശസ്തമായിട്ടുള്ളൊരു മോഡലാണ്. ഡൺലപ്പ് മാക്സ് 200G എന്ന് പറയും. ഇത് ഏറ്റവും പ്രശസ്തമാക്കിയത് നമ്മുടെ ജോൺ മെക്കൻറോയും അതുപോലെ തന്നെ സ്റ്റെഫി ഗ്രാഫുമാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന അതുപോലെ ഈ കാണുന്നതും നമ്മുടെ റോജർ ഫെഡറർ ഉപയോഗിച്ചിരുന്നത് പോലത്തെ റാക്കറ്റുകളാണ്. വെയ്റ്റ് 367 ഗ്രാംസ് ആണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത്. അതുപോലെ തന്നെ ഹെഡ് സൈസ് 90 സ്ക്വയർ ഇഞ്ചസ് ആണ്.
വിൽസൻ്റെയാണ് ഈ റാക്കറ്റുകൾ, വിൽസൺ കമ്പനിയുടെയാണ്. ഇത് എസ്റ്റ്യൂസ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റാക്കറ്റാണ്. ശരിക്കും ഇത് ബോറിസ് ബെക്കറാണ് ഇതേ സെയിം മോഡൽ ഉപയോഗിച്ചിരുന്നത്. അപ്പം അവർ അതിന് വേണ്ടിയിട്ട് ഇറക്കിയൊരു സ്പെഷ്യൽ എഡിഷൻ മോഡലാണ്. പ്യൂമയ്ക്ക് ശേഷം ബോറിസ് ബെക്കർ ഉപയോഗിച്ചിരുന്നത് പിന്നെ എസ്റ്റ്യൂസയുടെ റാക്കറ്റ്സ് ആണ്. ഇത് ബോസ്വർത്ത് എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ റാക്കറ്റാണ്. ഇത് വളരെ ഈ ബോസ്വർത്ത് എന്നുള്ളൊരു പേര് ടെന്നീസിൽ വളരെ പോപ്പുലറാണ്. കാരണം മിക്കവാറുമുള്ള പല പ്രൊഫഷണൽ പ്ലേയേഴ്സിനും ഇവർ ബോസ്വർത്താണ് റാക്കറ്റ്സ് കസ്റ്റമൈസ് ചെയ്ത് അവർ തന്നെയാണ് മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്നത്. കമ്പനിയുടെ പേര് വേറെയാണെങ്കിലും അത് പലപ്പോഴും മാനുഫാക്ചർ ചെയ്യുന്നത് ബോസ്വർത്താണ്. ഈ ഒരു റാക്കറ്റിൻ്റെ പ്രത്യേകത ഇത് നമ്മുടെ മാർട്ടിന നവരത്തിലോവയ്ക്ക് വേണ്ടിയിട്ട് കസ്റ്റം ബിൽറ്റ് ആയിട്ടുള്ള റാക്കറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞു മാർട്ടിന നവരത്തിലോവ ലാസ്റ്റ് 3 ഗ്രാൻഡ് സ്ലാംസ് ജയിക്കുന്നത് ഇതേ സെയിം റാക്കറ്റ് വെച്ചിട്ടാണ്. ഇത് നീസൽ അതുപോലെ തന്നെ ഫിഷർ എന്ന് പറയുന്ന 2 ഓസ്ട്രിയൻ കമ്പനീസാണ്. അവരുടെ ഒരു പ്രത്യേക ഷേപ്പിലുള്ള 2 റാക്കറ്റ്സ് ആണ്. അതിൽ ഈ റാക്കറ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത് പവർ ഗ്ലാസ് കൊണ്ടാണ് ശരിക്കും ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. ഇത് സ്ലാസിഞ്ചറിൻ്റെ X10 എന്ന് പറയുന്നൊരു മനോഹരമായിട്ടുള്ളൊരു റാക്കറ്റാണ്. ഇത് അലുമിനിയം റാക്കറ്റാണ്. ഇത് ഉപയോഗിച്ചിരുന്നത് ഇതേ സെയിം മോഡൽ ഉപയോഗിച്ചിരുന്നത് മാനുവൽ ഒറേൻഡസ് എന്ന് പറയുന്നൊരു പ്രൊഫഷണൽ പ്ലെയറാണ്. ഇത് പ്രിൻസിൻ്റെയും അതുപോലെ തന്നെ ഫിഷറിൻ്റെയും മോണോ എന്ന് പറയുന്ന 2 മോഡൽസാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത അതായത് സാധാരണ ഗ്രാഫൈറ്റ് റാക്കറ്റ്സ് പോലെയല്ല ഇത് മാനുഫാക്ചർ ചെയ്യുന്നത്. വുഡൻ റാക്കറ്റ് പോലെ ഗ്രാഫൈറ്റ് മാനുഫാക്ചർ ചെയ്തിരിക്കുകയാണ്. അതാണ് ഇതിൻ്റെ 2ൻ്റെ പ്രത്യേകത. ഇത് പ്രോക്കനെക്സ് മൈക്രോ എന്നാണ് ഈ റാക്കറ്റിൻ്റെ പേര്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്ട്രിങ് പാറ്റേൺ ഭയങ്കര ഡെൻസാണ്. എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മുടെ റാക്കറ്റിൻ്റെ സ്ട്രിങ് പാറ്റേൺ 16, 19 അല്ലെങ്കിൽ 18, 20 അങ്ങനെയൊക്കെയാണ്. പക്ഷേ ഇതിൻ്റെ 23-28 ആണ് ഇതിൻ്റെ സ്ട്രിങ് പാറ്റേൺ. അത്ര അടുത്തടുത്താണ് ഇതിൻ്റെ സ്ട്രിങ്സ് വരുന്നത്. ഇത് സ്ലാസിഞ്ചറിൻ്റെ വിംബിൾഡൺ ബോളാണ്. ഇത് 2018 വിംബിൾഡണിൽ മാച്ചിന് ഉപയോഗിച്ച ഒരു ബോളാണ്.